അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് സമരത്തിലേക്ക് പോകുമെന്ന്. അപ്പോൾ പലരും കളിയാക്കി. അങ്ങനെയൊന്നുമില്ല, 3 മാസം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ മതി, 3 നിമിഷം മതി, ഇടകാലമല്ലേ, ഒന്ന് കുത്തിയാൽ അങ്ങോട്ടൊന്ന് കുത്തിയാൽ ഇങ്ങോട്ട് രണ്ടിറങ്ങി വരും. ഇതൊക്കെ ആയിരുന്നു മച്ചമ്പിമാർ സർവീസ് സംഘടനകളൊക്കെ തള്ളി മറിച്ചത്. ഞാനത് വളരെ കൃത്യമായിട്ട് വീഡിയോ ചെയ്തായിരുന്നു. ഇത് 3 മാസം കൊണ്ട് ഈ കളി നടക്കത്തില്ല, 5-6 മാസം വേണം, മിനിമം ഒരു 6 മാസം. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് 18 മാസം എടുത്തിട്ടാണ് പിന്നെ ഈ ശമ്പള പരിഷ്കരണമൊക്കെ വരണത്. എല്ലാ ശമ്പള പരിഷ്കരണവും 18 മാസം എടുക്കാറുണ്ട്, 18-17 മാസമെങ്കിലും എടുക്കാറുണ്ട്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, വലിയ രാജ്യം മുഴുക്കുള്ളത് കൊണ്ട് ആണ്. കേരളത്തിൽ അങ്ങനെ എല്ലാ സോഫ്റ്റ്വെയർ ഇല്ലേ, നമ്മളതിൽ കെ സ്മാർട്ട് ഇല്ലേ, സോഫ്റ്റ്വെയർ ഇല്ലേ, AI ഇല്ലേ, അങ്ങോട്ട് 4 കുത്തു GPAT ഇല്ലേ, ക്ലൗഡ് ഇല്ലേ, അതുപോലെ തന്നെ ജെമിനി ഇല്ലേ, നമ്മൾ അങ്ങോട്ട് എല്ലാം കൂടി തള്ളിക്കൊടുത്ത് അടുത്ത നിമിഷം എല്ലാം കൂടി ഇങ്ങോട്ട് തള്ളിത്തരത്തില്ലേ എന്ന് ചോദിച്ചു. മാസം 3 കഴിഞ്ഞ്. ഇപ്പം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ അനിശ്ചിതത്വമുണ്ട്. വലിയ അനിശ്ചിതത്വമില്ല, ഉണ്ട്. പക്ഷേ അത് പ്രവർത്തനം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ച് ഗവൺമെൻറ് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ സമരം ഇറങ്ങി. കഴിഞ്ഞ ദിവസം ജോയിൻറ്റ് കൗൺസിലിൻ്റെ സമരം, ശമ്പള പരിഷ്കരണം തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. പല ജില്ലകളിലും ജോയിൻറ്റ് കൗൺസിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സമരത്തിന് പോകുമ്പോൾ ഒരു 5 കാര്യം പറയുന്നില്ല, എന്തായാലും വേളാവൂർ പോകണം, അപ്പോൾ പിന്നെ 5 കാര്യം കൂടി പറഞ്ഞിട്ട് പോകാമെന്ന്. ഒന്നാമത്തെ കാര്യം, അന്യായമായ സ്ഥലം മാറ്റം മാറ്റുക. അപ്പോൾ അതൊരു ന്യായമായ കാര്യമാണ്. അന്യായമായ സ്ഥലം മാറ്റം മാറ്റണം, പക്ഷേ ന്യായമായിട്ട് ഒരുപാട് സ്ഥലം മാറ്റങ്ങൾ നടക്കും. കാരണം ഭരണം മാറിയപ്പോൾ സ്ഥലം മാറ്റം നടക്കും. രണ്ടാമത്തത് ആണ് ചോദ്യം, പിന്നെ DA അനുവദിക്കുക. തീർച്ചയായിട്ടും ഈ DA അനുവദിക്കണം, DRO അനുവദിക്കണം. മൂന്നാമത്തെ ഒരു ഡിമാൻഡാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ സമിതിയെ പിരിച്ചുവിടരുത്, ഉടനെ ശമ്പള പരിഷ്കരണം, ഉടൻ ശമ്പള പരിഷ്കരണം. അതിനിടയിലാണ് സംസ്ഥാനത്ത് മറ്റ് ചില ചർച്ചകൾ നടക്കുന്നു. 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം മതി എന്നുള്ള ധവളപത്രം എഴുതിയ കമ്മിറ്റിയുടെ ശുപാർശ നടക്കുന്നു. പല സാമ്പത്തിക വിദഗ്ധരും വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. 10 വർഷത്തിലൊരിക്കൽ മതി കേരളത്തിൽ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് വളരെ പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞകളും സ്ത്രീയും പുരുഷനും എല്ലാവരും ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഇത് 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന്. അപ്പോൾ ഗവൺമെൻറ് മുന്നിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന്, 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ശമ്പള പരിഷ്കരണവും, 2 ഈ ശാസ്ത്ര സമൂഹവും സാങ്കേതിക സമൂഹവും ഒക്കെ പറയുന്ന 10 വർഷത്തിലൊരിക്കൽ മതി എന്ന് പറയുന്ന സംഭവം. അതിപ്പോൾ ഏത് ഗവൺമെൻറ് എടുക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇതൊരു വലിയ കീറാമുട്ടിയാണ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ 10-700 കോടി രൂപയുടെ നഷ്ടം വരും. പ്രതിമാസം ഒരു 60 കോടി രൂപയെങ്കിലും അധികം വേണ്ടിവരും. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ 10-700 കോടി രൂപ ഒരു വർഷം വേണ്ടിവരും. അത്രയും തുക എടുക്കാൻ സർക്കാരിനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം എങ്ങനെ നിർത്തിവെക്കുമെന്നുള്ള ചോദ്യമുണ്ട്. സർക്കാർ സർവീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ സമരത്തിനൊരു കാര്യം കിട്ടാതിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സമരം വന്നു കഴിഞ്ഞു, KGയുടെ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു, KGയുടെ ഒരു ദിവസം സമരം വന്നു കഴിഞ്ഞു. സംഘടിതമായി തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ സർവീസ് സംഘടനകളിലും ചേരുന്ന FSCTO എന്നൊക്കെ പറയുന്ന സംഘടനയുടെ വലിയ ബലമുണ്ട് ഇവിടെ. അവർ ഒരു പക്ഷേ രംഗത്തിറങ്ങും. അങ്ങനെ രംഗത്തിറങ്ങിയാൽ കളി മാറും മച്ചമ്പി. ഇത് കുഴപ്പമാണ്. ഇത് വലിയ സത്യാഗ്രഹവും ചർച്ചയും വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ശമ്പള പരിഷ്കരണം വഴിമുട്ടി നിൽക്കുകയാണ്. സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റും നടയിലൊക്കെ എന്നാണ് ഇനി വലിയ സമരം? അലകടൽ പോലെ വരുന്ന, ആകാശത്തോളം ഇരമ്പുന്ന, കടലിനെ ഇളക്കി മറിക്കുന്ന വലിയ സമരം എന്ന് വരും നമുക്കറിയില്ല, വരുമായിരിക്കും. പക്ഷേ എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ശമ്പള പരിഷ്കരണം ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല, വേണ്ട എന്നും പറയുന്നില്ല, വേണമെന്നും പറയുന്നില്ല. വേണ്ടണം എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, സമരം ചെയ്യണോ വേണ്ടേ. എന്നാലും മറ്റ് ഡിമാൻഡുകൾ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഇപ്പോൾ തൽക്കാലം പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിന് മാത്രമായ ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒന്നാകെ ഞങ്ങളുടെ കരുത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ കാണിച്ചിരിക്കും.